പുറത്ത് ലോഡ് വണ്ടി വന്നപ്പോഴേ പത്മേഷൻ ചോദിച്ചേടാ നീ ആ ഗ്യാസ് കൂടി പോയി എടുക്കുമെന്ന്. പക്ഷെ എത്രയ്ക്കായിട്ട് നിരൂപിച്ചില്ല കേട്ടോ, വല്ലാത്ത വെയിറ്റ്. പത്മേഷ് കേട്ടോ, ആ വേഗം കൊണ്ടുപോവാ, വേണ്ട ഗ്യാസ് കഴിഞ്ഞു. വേഗം കൊണ്ടുപോവാന്നോ? ഞാൻ അടിമയാ. ഓടിവാ. അയ്യോ എന്നാ പിടി. ആ എവിടെ? എന്നാ പിടിച്ചോ ചമട്ടെ. ഓ റെഡി. അധ്വാനിക ചെറിയ വിഭാഗം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ വന്നേക്കുന്നത് എന്താ വെച്ചാൽ നല്ല ഫുഡ് ഉണ്ട് പറഞ്ഞ് വന്നാണ്. പക്ഷെ വേണ്ടായിരുന്നു, ലേശം കടുത്ത് പരിപാടി. നല്ല മണം വരുന്നുണ്ട്. എന്തെങ്കിലും വാ. എല്ലാം റെഡിയായി? എന്താ അവസ്ഥ? റെഡിയാണ്. റെഡിയായിക്കൊണ്ടിരിക്കുക. ഓ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. പാലക്കാട് ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പരിഭവം പറയും ഇവിടെ നല്ല മീൻ കിട്ടാനില്ലാന്ന്. പക്ഷേ അതൊക്കെ ചുമ്മാ കേട്ടോ. നല്ല പിടയ്ക്കണ മീൻ കിട്ടുന്ന നാടാണ് പാലക്കാട്. എൻ്റെ അച്ഛൻ നാട് പാലക്കാടാണ്. പക്ഷേ ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കോഴിക്കോട് കുറച്ച് മീൻ കൂടുതൽ കിട്ടും, വേറെ കാര്യം. അപ്പോൾ എന്തായാലും വന്നേക്കുന്നത് നല്ല എരിവും പുളിയോട് കൂടി നല്ല ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. പരമേശ്വരൻ എന്തൊക്കെയുണ്ട്? സുഖം തന്നെ? ഓ സുഖമായിട്ട് പോകണം. എല്ലാം സെറ്റല്ലേ? എങ്ങനെ ഇവിടെ വരുവാ? ആ വരാം. അപ്പോൾ ഞാൻ രാവിലെ തുടങ്ങിയ പരിപാടി ആയിക്കോട്ടെ, തുടങ്ങാം. ആ നമുക്ക് മെയിനായിട്ട് ഉച്ചയ്ക്ക് എന്തൊക്കെ ഐറ്റങ്ങൾ വരുന്നത്? എനിക്ക് ഐറ്റംസ് ഒരുപാടുണ്ട്. പറഞ്ഞാൽ തീരില്ല. സത്യം പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഇത് മീൻകറി. എന്താ വാള? എന്താ ഐറ്റം? എന്താ ഇത്? ചൂരയാണ്. ചൂര. പിന്നെ ഇത് മുയൽ വരട്ടിയ. ഇത് കൂന്തള്. ഇവിടെ കൂന്തൽ പറയാ. തെക്കോട്ട് കണവ. ഇത് ആട്. കുറച്ചേ കിട്ടിയുള്ളൂ ഇട്ടതൊക്കെ. മുയലൊക്കെ കുറച്ചേ കിട്ടിയുള്ളൂ, ആട് കുറച്ചേ കിട്ടിയുള്ളൂ. ഇത് നാടൻ കോഴിയാണ്. താറാവ്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. താറാവും അപ്പുമാണ് ഇവിടുത്തെ ഒരു കേട്ടു. ഇത് മട്ടൻ ലിവർ. കുരുമുളക് ഇട്ടുണ്ട്. റോസ്റ്റ് ആക്കിയിട്ട്. ഇത് ആട് ബോട്ടി. രാജേട്ടാ എന്താ ആവോലി? എന്തായി കരിഞ്ഞു പോയാ? ഉണ്ടല്ലോ അല്ലേ? ആ ഈ ആവോലി എങ്ങനെയാ റേറ്റ്? എങ്ങനെയാ നമുക്ക്? അത് നമ്മളൊരു 550-600 രൂപ ആണല്ലേ? നമ്മൾ ലക്ഷം കുറച്ച് തരണേ. കണ്ടാലവളൊരു തണ്ടുകാരി, മിണ്ടിയാൽ തല്ലുന്ന കോപക്കാരി. കണ്ടാലവളൊരു തണ്ടുകാരി, മിണ്ടിയാൽ തല്ലുന്ന കോപക്കാരി. പൊറാട്ടയ്ക്കും അപ്പത്തിനൊക്കെ പുറമെ നല്ല ദോശയും കിട്ടും. ആ ദോശയുടെ വലിപ്പം കണ്ട 10 രൂപയുള്ളൂ ദോശയ്ക്ക്. അവളെന്റെ മൂളിപ്പാട്ടേറ്റു പാടി, അത് കേട്ടു ഞാനും മറന്നു പാടി. അവളെന്റെ മൂളിപ്പാട്ടേറ്റു പാടി, അത് കേട്ടു ഞാനും മറന്നു പാടി. കപ്പയായില്ലേ? ഇതാണ് പണിയായതല്ലേ? ഇതിനെന്താ പേരിട്ടാ? ഇടിമുട്ടി. ഓക്കെ അല്ലേ? ഇടി പോരാന്നോ? എന്റെ പൊന്നെ. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. കക്ക ഒലത്തിയത്, കുരുമുളക് കിട്ട നാടൻ കോഴി. എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല ആവോലി പൊള്ളിച്ചത്. അത് രാവിലെ 10:30-11 മണി സമയത്താണ് ഇത്രയും ഡിഷ് നമുക്ക് തരുന്നത്. ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് കളി മാറും, റേഞ്ച് മാറും. ഇനി മന്തി റൈസ് വരും. അതിന് പുറമെ തന്നെ കുറേ മീൻ ഐറ്റങ്ങൾ വേറെ വരും. നമ്മുടെ ആവോലി പൊള്ളിച്ചത്. എന്നാ മണമാടോ. പൊറാട്ടം എടുത്തിട്ട് ആവോലിങ് എടുത്തിട്ട് ഭയങ്കര സോഫ്റ്റ് കിട്ടോ ആവോലി. ഈ മലബാർ ജില്ലയിലേക്ക് മെയിനായിട്ടുള്ള സാധനമാണ് നെയ്സ് പത്തിരി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞേ അന്ന് പാലക്കാട് നിന്ന് പാവം പറഞ്ഞോട് പറഞ്ഞു അവിടുത്തെ നെയ്സ് പത്തിരിയും താറാവും ഗംഭീരവനും. അതിന് മുക്കിയിട്ട് ഇങ്ങനെ നെയ്സ് പത്തിരിയും കൂട്ടി മുട്ടായി മോനെ പൊളിച്ച് താറാവ് ഗംഭീരം. ആശാനെ കാട വന്നേക്കണോ? കാട ഓരോ
ദിനവും കൊഴിഞ്ഞു വീണു, ഓരോ കനവും കരിഞ്ഞു വീണു. അപ്പോൾ എക്സാ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുത്തേക്കോ, കൃത്യമായിട്ടൊരു വൈകി പറയുകയാണെങ്കിൽ പാലക്കാട് നിന്ന് വരുമ്പോൾ ആര്യമ്പാവ്, ആ പിന്നെ ആര്യമ്പാവ് നിന്ന് കോട്ടപ്പുറ ജംഗ്ഷൻ, ആറ്റശ്ശേരി. ആറ്റശ്ശേരി ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ ആശാൻ നമ്പർ തന്നേക്കാം, വിളിച്ചിട്ട് വന്നോളാം. സൺഡേ ഓപ്പൺ ആണല്ലോ അല്ലേ? എല്ലാ ദിവസവും ഓപ്പൺ ആണ്. വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാം. അത് ഞാൻ നിങ്ങൾ പറയട്ടെ, താറാവ് അപ്പാട്ടാ, താറാവ് വന്ന് കഴിച്ചു നോക്കുക എന്തായാലും, അത് ഞാൻ ഗ്യാരണ്ടി. പക്ഷേ ബാക്കി ഫുഡ് കുറ്റമല്ല കേട്ടോ, പിന്നെ കുറ്റുണ്ടെന്നല്ല, താറാവ് ഗംഭീരം. അപ്പോൾ എന്തായാലും തൽക്കാലം വിട്ടേക്കട്ടെ, ബൈ അല്ലേ? എല്ലാവരും എടുത്തേക്കോ. ഓ ബൈ ബൈ.